നമ്മൾ നമ്മുടെ ഫോണിലെ വാട്സപ്പ് ഉപയോഗിച്ച് നടത്തുന്ന ചാറ്റുകൾ. അതിനിപ്പോൾ ഒഫീഷ്യൽ ആവാം അല്ലെങ്കിൽ പേഴ്സണൽ ആവാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടൊക്കെ നടത്തുന്ന ആ ഒരു ചാറ്റുകളിൽ ചാറ്റുകൾ അത് മറ്റൊരാൾ കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സീനാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചാറ്റുകളെ നമുക്ക് വാട്സപ്പിൻ്റേതായ ഒരു ഫ്യൂച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈഡ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം അറിയുന്ന ആ ഒരു പാസ്വേഡ് വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റുകയാണെങ്കിലോ എങ്ങനെ സെറ്റ് ആവൂലേ? അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോസിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് താഴെ കാണുന്ന ഈ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനും നമ്മുടെ ഈ വീഡിയോ സേവ് ചെയ്യാനും മറക്കരുത്. എന്തായാലും ഈ വീഡിയോ ഉപകാരത്തിൽ ആവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സമയം കാണേണ്ട, നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെറ്റിങ്സിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഏത് ചാറ്റിനെയാണോ നമുക്ക് ലോക്ക് ചെയ്യേണ്ടത് ആ ചാറ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ആ മൂന്നാമത് കാണുന്ന ആ ഒരു ചാറ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. എന്നതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡ് മുകൾ ഭാഗത്ത് കാണുന്ന ഒരു 3 ഡോട്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന ചാറ്റ് ലോക്ക് എന്നൊരു ഓപ്ഷൻ ഒന്നായിട്ട് കാണാൻ സാധിക്കും, അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. എന്നതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് അതിന് ശേഷം നമ്മുടെ ഫിംഗറിങ്ങോ അല്ലെങ്കിൽ നമ്മൾ പാസ്വേഡ് എന്താണോ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഓപ്പൺ ചെയ്യാൻ അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ആ ഒരു സെലക്ട് ചെയ്ത് ലോക്ക് ചെയ്ത ആ ഒരു ചാറ്റ് സാധാരണ ലിസ്റ്റിൽ നിന്ന് മാറിയിട്ട് മുകൾ ഭാഗത്ത് ലോക്ക്ഡ് ചാറ്റ് എന്നൊരു സെക്ഷനിലേക്ക് മാറിയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ മുകൾ ഭാഗത്ത് കാണുന്ന ആ ഒരു ചാറ്റ് ലോക്ക്ഡ് ചാറ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഫിംഗറിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നമ്മൾ ഹൈഡ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലോക്ക് ചെയ്ത ആ ഒരു ചാറ്റ് വന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് സാധാരണ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അല്ല, ഇനി നമുക്ക് ആ ഒരു ചാറ്റിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്ത് കാണുന്ന ആ ഒരു 3 ഡോട്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ വന്നായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 2 ഓപ്ഷൻ വന്നായിട്ട് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് കാണുന്ന ഹൈഡ് ലോക്ക് ചാറ്റ് എന്നത് നമ്മളൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് താഴെ കാണുന്ന യൂസ് മൈ സീക്രട്ട് കോഡ് എന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു 4 അക്ക പാസ്വേഡ് നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഡൺ കൊടുക്കുക. പക്ഷെ നമ്മൾ വീണ്ടും നോർമൽ ബാക്കോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചാറ്റ് നമ്മൾ സെലക്ട് ഹൈഡ് ചെയ്ത ആ ഒരു ചാറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു ലിസ്റ്റിൽ നിന്ന് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആ ഒരു ഹൈഡ് ചെയ്ത ആ ഒരു ചാറ്റിനെ നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകൾ ഭാഗത്ത് കാണുന്ന ആ ഒരു സെർച്ച് ബാറിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ അവിടെ ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു പാസ്വേഡ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ലോക്ക്ഡ് ചാറ്റ് എന്നൊരു ഓപ്ഷനായി വന്നതായിട്ട്, അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ ആ ഒരു ഹൈഡ് ചെയ്ത ചാറ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് ഹൈഡിൽ നിന്ന് ഒഴിവാക്കി നോർമൽ മോഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ചാറ്റ് ലോക്ക് സെറ്റിങ്സ് ഓപ്പൺ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് കാണുന്ന ആ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും ബാക്ക് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു ചാറ്റ് ലോക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് വീണ്ടും നമുക്ക് ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ മോഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീണ്ടും സെലക്ട് ചെയ്യാം. എന്നതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ചാറ്റിനെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. എന്നതിന് ശേഷം റൈറ്റ് സൈഡ് മുകൾ ഭാഗത്ത് കാണുന്ന 3 ഡോട്ട് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം നമുക്കിവിടെ രണ്ടാമത് കാണുന്ന അൺലോക്ക് ചാറ്റ് എന്നത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. എന്നതിന് ശേഷം നമ്മുടെ ഫിംഗറിങ് അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആവശ്യമുള്ള ഒരു ചാറ്റിനെ നമ്മൾ ലോക്ക് ചെയ്ത് ഹൈഡ് ചെയ്ത് അതേപോലെ നോർമൽ മോഡിലേക്ക് കൊണ്ടുവന്നായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ നമുക്ക് ഏതൊരു ചാറ്റിനെ വേണമെങ്കിലും നമുക്ക് ലോക്ക് ചെയ്ത് ഹൈഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അത് നമ്മൾ ഈ വാട്സപ്പിൻ്റെ തന്നെ നമ്മൾ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു ഇതേപോലെയുള്ള ഒരു വീഡിയോ ആയി വരുന്നവരെ ബായ്.